ഹായ് ഫ്രണ്ട്സ്, നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി നാടൻ വെള്ളരിക്ക പച്ചടിയാണ്. ഈ ലോക്ക്ഡൗൺ ടൈമിൽ നമുക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും ഇത്. കാരണം ഇത് കുറച്ച് ദിവസം സ്റ്റോർ ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാം. നമുക്ക് കാണാം. അപ്പം ഇതിന് വേണ്ട സാധനങ്ങൾ: ഒരു മീഡിയം സൈസ് വെള്ളരിക്ക. ഈ വെള്ളരിക്ക ചെറിയ കഷ്ണങ്ങളായിട്ട് നീളത്തിലരിയുക. ഇനി നമ്മുടെ പച്ചടിക്ക് ആവശ്യമായിട്ടുള്ളത് 2 പച്ചമുളക്, 4 ചെറിയ ഉള്ളി, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എന്നിവയാണ്. ഈ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി, ചെറിയ ഉള്ളി, പച്ചമുളക് ഇവ ചെറുതായി അരിയുക. ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം നമുക്കൊന്ന് വേവിക്കാനായിട്ടൊരു പാത്രത്തിലേക്ക് മാറ്റാം. ആദ്യമായി വെള്ളരിക്ക. പച്ചമുളക് വട്ടത്തിലരിഞ്ഞത് ചെറുതായിട്ട്, പിന്നെ ഇഞ്ചി ചെറുതായി കൊത്തി അരിഞ്ഞത്, പിന്നെ ചുമന്നുള്ളി ചെറുതായി അരിഞ്ഞത്. അതിനുശേഷം നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ടിട്ട് ഒരു കപ്പ് വെള്ളം ഒഴിക്കുക ഇതിലേക്ക്. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കുക. അതിനുശേഷം നമ്മൾ 1 ടീസ്പൂണ് ഉപ്പ് ഇതിലേക്ക് ഇടുക. വീണ്ടും ഒന്ന് ഇളക്കിയ ശേഷം ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് 10 മിനിറ്റ് വേവിക്കാം. 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിതൊന്ന് വെന്തോ നോക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. വെന്തിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം കുറയ്ക്കാം. അരപ്പിനാവശ്യമായ 1 കപ്പ് തേങ്ങ, 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം, 3 ചെറിയ ഉള്ളി ഇവ നമുക്ക് നന്നായി ഒന്ന് അരച്ചെടുക്കാം. നല്ലോണം അരയണം. അരച്ചെടുത്തിരിക്കുന്ന അരപ്പ് നമുക്ക് വേകാൻ വെച്ചിരിക്കുന്ന വെള്ളരിക്കയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് 2 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്യാൻ വെക്കാം. അരപ്പ് വേകാനായിട്ട് ലോ ഫ്ലെയിമിൽ. വെന്ത് വരുന്നുണ്ട്. ഇനി നമുക്ക് 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് 2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. തൈര് നന്നായിട്ട് ഉടച്ചതായിരിക്കണം. നല്ല സ്മൂത്തായിട്ട് നല്ലോണം ഉടഞ്ഞിട്ടുണ്ട്. നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ തൈര് നല്ലോണം മിക്സ് ആകുന്ന രീതിയിൽ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ നമ്മളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്, ഫ്ലെയിം കുറച്ചിട്ടിട്ട് വേണം ഇത് നമ്മളെ ഇളക്കി കൊടുക്കാനായിട്ട്. പിന്നെ തൈര് ഒഴിച്ച ശേഷം, കാരണം ഇത് തൈര് ചൂടാകുകയെ ചെയ്യാവൂ. തിളച്ച് കഴിഞ്ഞാൽ തൈര് പിരിഞ്ഞു പോകും. എന്നിട്ട് കടുക് വറക്കാൻ ആവശ്യമായിട്ട് 2 ടേബിൾ സ്പൂൺ എണ്ണ പാൻ ചൂടായ ശേഷം ഒഴിക്കുക. എണ്ണ ചൂടായി വന്ന ശേഷം കടുക് ഇട്ട് കൊടുക്കുക. രണ്ട് ടീസ്പൂൺ കടുകാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. കടുക് പൊട്ടി വന്ന ശേഷം ഉലുവ ഞാൻ എടുത്തിരിക്കുന്നത് 1/2 ടീസ്പൂണാണ് ഉലുവ എടുത്തിരിക്കുന്നത്. ഉലുവയും കടുവും ഒക്കെ നന്നായി പൊട്ടി വരുന്നുണ്ട്, നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് ചെറിയ ഉള്ളി ചെറുതായിട്ട് 3 ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. അതിനെ നമുക്ക് കടുക് പൊട്ടിയതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി ഒരു ബ്രൗൺ കളർ ആകുന്ന വരെ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം.
ചെറിയുള്ളി ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് വറ്റൽമുളക് 2 വറ്റൽമുളകാണ് എടുത്തിരിക്കുന്നത്, അത് ഇട്ട് കൊടുത്ത് പിന്നെ കറിവേപ്പില 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്ക് താളിക്കാൻ ആവശ്യമായിട്ടുള്ള കടുക് വറുക്കാൻ എല്ലാം ഒന്ന് ഇളക്കി കൊടുത്ത് ബ്രൗൺ കളറാകുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇറക്കി വെച്ചിരിക്കുന്ന നമ്മുടെ പച്ചടി തൈര് ഒഴിച്ച് ഇറക്കി വെച്ചിരിക്കുന്നതിലേക്ക് നമുക്ക് ചൂടോടുകൂടി തന്നെ ഇട്ട് കൊടുക്കാം. കണ്ടോ, കടുവൊക്കെ കിടന്ന് നന്നായി പൊട്ടുന്ന കണ്ടില്ലേ. കുറച്ച് കഴിഞ്ഞൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. നമ്മുടെ അടിപൊളി നാടൻ വെള്ളരിക്ക പച്ചടി റെഡി ആയിരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയറും ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.